ഞാൻ ഒന്ന് കൈപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എള്ളാണ്. ഇത് കുറച്ച് എള്ള്, ഇത് ചെറിയ ജീരകം, ഇത് നമുക്ക് വലിയ സവാളൻ്റെ പകുതിയാണ്, അത് ചെറുതാക്കി മുറിക്കുക. തേങ്ങ പൊടിയാക്കി കുറച്ച് എടുത്ത് മുറിക്കുക. അപ്പോൾ എള്ള്, ജീരകം, സവാള, തേങ്ങ. 5 ലിറ്റർ കുക്കറിൽ പാത്രം കാല് വെച്ചാൽ മതി. വെള്ളം കുറച്ച് വെള്ളം നന്നായി മനസ്സിലാകുന്നില്ലേ, അത്ര വെച്ചാൽ മതി. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ എല്ലാം നമ്മളിപ്പോൾ കാണിച്ചു തന്നത് മുഴുവനും ഇതിലേക്ക് കൊട്ടാം. കൊട്ടിയിട്ട് നമുക്ക് തീയൊന്ന് കത്തിച്ചു വിടാം. ഗ്യാസ് കത്തിച്ചു വിടാം. വെള്ളം തിളച്ച പിന്നെ നമ്മൾ അരിപ്പൊടി ഇട്ടു. കുറച്ച് മൈദ, ഒരു ലേശം മതി, ഒരു പിടി മൈദ ഇട്ടിട്ട് നമ്മൾ അരിപ്പൊടി ഇട്ട് നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്നത് പോലെ നമ്മൾ നന്നായി കുഴയ്ക്കണേ. നമുക്കൊന്ന് ഇതിനെ നമ്മൾ വെള്ളം കൈ നനച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം. ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കണം. ചൂട്ടോടെ നന്നായി കുഴച്ചെടുത്ത് ഇത് വെച്ചിങ്ങനെ അമർത്തി കൊടുത്താൽ വേഗം ചൂടാറും. അപ്പോൾ നമുക്ക് കുഴഞ്ഞ പോലെയായി. ഇങ്ങനെ കുഴൽ വെച്ച് ഇങ്ങനെ ഒന്ന് കൈ നനച്ച് ഇങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ കുറച്ച് പൊടി വിതറി കൊടുക്കണേ. ഇങ്ങനെ ഈ വണ്ണത്തിൽ പരത്തിയെടുത്തുക. ഇനി നമുക്കിങ്ങനെ ഒന്ന് പാത്രം വെച്ചിട്ട് ഇങ്ങനെ വെട്ടി എടുക്കാം. ഇങ്ങനെ ഈ കട്ടിയേ പാടുള്ളൂ വെട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് വെട്ടിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിടാൻ കാണാം കേട്ടോ. എണ്ണയിലിടാം. ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടത്. കൈപ്പത്തിരിക്ക് ഇങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി ഒന്ന് ചെയ്ത് നോക്കണം.